ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ആണ് കാണിക്കണത്. അപ്പോൾ ഇന്ന് നമുക്ക് സൽക്കാരുണ്ട്. പൊന്നൂർ സനുക്ക് സ്കൂളില്ല, സനുമോൻക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ ഓനെ പറഞ്ഞേക്കാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ രായി ഉണ്ടാക്കിയിട്ടെന്ന് വിചാരിച്ചു ഞാൻ രായി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ശർക്കരല്ലേ, ഏതായാലും അരച്ച് വെച്ചില്ല, പഞ്ചസാരനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതാണെങ്കിലും കുറച്ച് പഞ്ചസാരയും നുള്ളി ഇലക്കി കുറച്ച് നുള്ളുപ്പും പിന്നെ പാൽപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് പച്ചവെള്ളത്തിൽ തന്നെ പാൽപ്പൊടി ചേർത്തോണം, ഇങ്ങനെ കട്ടായി കെട്ടിക്കണേ. അപ്പോൾ ചൂടായി വരുമ്പോൾ അത് ശരിയായിക്കോളും. അങ്ങനെ നമ്മൾ രായൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ശർക്കരയിൽ ഉണ്ടാക്കാൻ ടേസ്റ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ആപ്പിൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൂന്നാൾക്കുള്ളതായിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കണത്. അപ്പോൾ പൊന്നി എപ്പോഴെങ്കിലും വന്നിട്ട് തിന്നോട്ടെ. സന്മോൻ ഏതായാലും ഇത് കൊടുത്തിട്ട് പറഞ്ഞേക്കണം. അപ്പം നമുക്ക് സൽക്കാരമുള്ള നമ്മളെ പരി തന്നെയുണ്ട്, തറവാട്ടിലാട്ടോ. അതുകൊണ്ട് എനിക്ക് വേഗം അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരുക്കി സനുവിനെ പറഞ്ഞു വെച്ചിട്ട് വേണം എനിക്ക് താഴത്തേക്ക് തറവാട്ടിലേക്ക് പോകാൻ. പിന്നെ അടിച്ചു തുടക്കലൊക്കെ ഞാൻ പൊന്നിനെ ഏൽപ്പിച്ചിട്ട് പോകും. അവിടെ പിന്നെ കുറച്ച് പണിയുണ്ടാവും. പിന്നെ നമുക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് 2-3 നാത്തന്മാരുണ്ട്. ഓലിന് അത്യാവശ്യം നന്നായി പണിയെടുക്കും. ഓലടിയിലൊന്നും നമ്മളൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ചെന്നാൽ നമുക്ക് അങ്ങനത്തെ പണിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പോയി കൂടിക്കൊടുക്കുക നമ്മളൊരു എന്തിനു പറയുക, ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ അതാണെങ്കിലും രായൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഈ 2 ഗ്ലാസ്സിലും രായി ഒഴിച്ചിട്ട് സന്മോൻക്ക് കൊടുക്കണം, ഒന്ന് പറഞ്ഞേക്കണം. പിന്നെ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുടിക്കും. പൊന്നുക്ക് എന്തായാലും രായി ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഓക്കെ നമുക്ക് എടുക്കേ വേണ്ടല്ലോ. അപ്പോൾ 2 ഗ്ലാസ്സും പിന്നെ കുറച്ചുണ്ടായിട്ട് ഇതെല്ലാം ഞാൻ കുടിക്കും. അങ്ങനെ ഞാൻ സനുക്ക് രായി കൊടുത്തു, ഒന്ന് പറഞ്ഞയച്ച്. അങ്ങനെ പിന്നെ ഞാനും ഓൻ്റെ ഒപ്പം ഇരുന്ന് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി അരച്ചെടുത്തിട്ടുണ്ട്, കടൽ കുക്കറിലിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ തക്കാളി, കുറച്ച് ഉപ്പ്, കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതവിടെ വെന്ത് തരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഒന്ന് അപ്പം ചുട്ടെടുക്കാം. കലക്കി പറഞ്ഞു അപ്പാട്ടം. നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയതല്ലേ, ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഞാൻ ചുണ്ണീൻ്റെ ഇടയിൽ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് പിന്നെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല ചൂട് കൊടുക്കാൻ അപ്പം കിട്ടണമെങ്കിൽ. അപ്പം അപ്പം കടലക്കറി ആകുമ്പോൾ സന്മോനിക്ക് ഇഷ്ടം, പൊന്നൂർക്ക് പിന്നെ കുറച്ചും ഇഷ്ടം കുറവ് കേട്ടോ. അപ്പത്തേക്ക് കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും ചുണ്ണീൻ്റെ ഇടയിൽ എൻ്റെ ചായ കുടി കഴിഞ്ഞിട്ട് ഇനി പൊന്നൂക്ക് സനുക്കുള്ളതുള്ളൂ. സനു വരുമ്പോൾ പൊന്നു സനുക്ക് എടുത്തെടുക്കും. പിന്നെ പൊന്നും തിന്നു. പിന്നെ ഓലാണ്ടാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ വരും കേട്ടോ. പിന്നെ തറവാട്ട് സൽക്കാരമാണ്. നേരത്തെ പോകണമെന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ എണീറ്റില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും ഓരോ പണി എടുക്കുമ്പോഴത്തേനും പണി തീരും, അതിനുള്ള പണി ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്താണെങ്കിലും ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞാണ് തറവാട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ എത്തുമ്പോൾ 3 കോഴിക്കളല്ല, ഇവർ 3 കോഴിക്കൊക്കെ അസുഖമായിട്ട് ഓരോ കോഴിക്കൊക്കെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ 2 ആണുങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവർ 2 കൊണ്ടും കയ്യത്തോടെ നാത്തൂൻപാടെ കൂടി കൊടുത്ത്. അപ്പോൾ മറ്റേ നാത്തൂൻ വിടാന്ന് ചെമ്പ് കുറഞ്ഞിട്ട് ഇവിടെ അടുപ്പത്ത് തീ ഒടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കന് രാത്രിൻ്റെ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല ഷീനി രാത്രി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്തി ഉണ്ടാക്കണം മുത്തച്ചിയാണ്. അപ്പോൾ മന്തിക്കുള്ള ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തറവാട്ടിൽ ചെറിയൊരു സൽക്കാരായിട്ട് ഉണ്ടാക്കണം. പക്ഷേ നമ്മളെല്ലാവരും പാടെ കൂടുമ്പോൾ അത് വലിയ സൽക്കാരമായി മാറും. കാരണം അത്രയും ആൾക്കാരുണ്ട് നമ്മൾ. അപ്പോൾ ഇതാണെങ്കിൽ ചെറിയ നാത്തൂൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കുന്ന സൽക്കാരാണ്. അപ്പോൾ നാത്തൂനും മക്കളും നാത്തൂൻ്റെ ഹസ്ബൻഡും ഇവരൊക്കെ കേട്ടോ സൽക്കാരക്കാർ മെയിനായിട്ട്. അപ്പോൾ മന്തി പറ്റാത്തവർക്ക് ഇത് അവിടെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ പണിയൊന്നും ഏറ്റെടുത്തില്ല. ഞാൻ മയോണസ് ഉണ്ടാക്കുക, അങ്ങനെ കുഞ്ഞു പരിപാടിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഷിനിത കൈപ്പങ്ങ പൊരിച്ചിട്ടുണ്ട്. കൈപ്പങ്ങ പൊരി, കോളിഫ്ലവർ പൊരി, ഇങ്ങനത്തെ ഐറ്റൊക്കെ ഷിനി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈപ്പങ്ങ പൊരി ഞാനിതുവരെ ആക്കിയിട്ടില്ല. അപ്പോൾ ഷിനി ഇതിലേക്ക് എന്തൊക്കെ ആക്കണം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതെന്തൊക്കെ കൂട്ടണമെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക്, പിന്നെ ഉപ്പ്, ഇത്രയും. അപ്പോൾ ഞാൻ പറഞ്ഞു ലെമൺ ജ്യൂസ് ഒഴിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഒഴിക്കില്ലായിരുന്നു. അപ്പോൾ നേരിട്ട് ലെമൺ അങ്ങനെ തന്നെ പിഴിഞ്ഞുകൊണ്ട് കുരു ചാടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൈ വെച്ചിട്ട് പിയ്യ്, അപ്പോൾ കുരു കയ്യിൽ തങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കരുട്ടോ. അങ്ങനെ ഇതെല്ലാം മിക്സാക്കിട്ടോ. കൈപ്പങ്ങ മിക്സാക്കി, കോളിഫ്ലവർ മിക്സാക്കി. ലാസ്റ്റ് ഇവൾക്ക് കൈ നേറിയിട്ട് കഴിയണം കേട്ടോ. കൈപ്പങ്ങ പൊരിയലും കോളിഫ്ലവർ പൊരിയലൊക്കെ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അത് സൽക്കാരക്കാർക്ക് മാത്രം, ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ വേണ്ടി. പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ ബീഫ് വരട്ടാട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പം തന്നെ നാത്തൂന് ഇപ്പുറത്ത് എന്തായാലും ചമ്മന്തി ഉണ്ടാക്കണം. ഇതെന്തിനാണ് ചോദിക്കുന്നത്, ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇതവിടെ നല്ല പൂള പിങ്ങിയിട്ട് നല്ല ആവി പറക്കണ പൂള. ഇത് കണ്ടപ്പോൾ അപ്പം തന്നെ തിന്നാൽ ഭയങ്കര പൂതി. അപ്പോൾ വാണ്ടിലൊക്കെ പ്ലേറ്റ് എടുത്ത് ഓരോന്നൊക്കെ എടുത്തുകൊണ്ട്. അപ്പം ഞാൻ 3 എടുത്തിട്ടുള്ളൂ, ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. കാരണം നമ്മൾ കുറേ ആളുണ്ടല്ലോ, ഇനി ബാക്കി ഉണ്ടെങ്കിൽ ഇനി എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് 3 ആർക്ക് വെച്ച് നമുക്ക് ആർക്കെങ്കിലും 3 എൻ്റെ ഒപ്പം കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഷീനിൻ്റെ ആദ്യം ഫസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. സത്യം പറിച്ച് ഈ പൂളൻ്റെയും കാതാരി ചമ്മന്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇത്രയും വർഷത്തിൽ ഒരിക്കലും
ഇങ്ങനത്തെ കാന്താരി ചമ്മന്തി പൂളിയും തിന്നിട്ടില്ല എന്ന് തോന്നി. അത്രക്കും ടേസ്റ്റിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരുമിച്ച് തിന്നതിൻ്റെ ടേസ്റ്റ് കേട്ടോ, അല്ലാതെ ഈ പൂളൻ്റെ കാന്താരി ചമ്മന്തി ടേസ്റ്റില്ല. അത് പിന്നെ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഇരിക്കുന്നതിനടി ഒരാൾ ഇതാ കുത്തി കയറി വരുന്നത്. എൻ്റെ മുന്നിലിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഓക്കെ എൻ്റെ മുന്നിൽ തന്നെ വന്നിരിക്കണം. അപ്പോൾ എൻ്റെ പ്ലേറ്റ് അപ്പുറത്തല്ലേ, ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചുള്ള തിന്നുണ്ട്, ബേക്കിലിരിക്കും. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ നടുവിലിരുന്നേ ഓക്കെ തീരുള്ളൂ. അപ്പോൾ പ്ലേറ്റിൽ 2-3 ഉണ്ട്. അപ്പോൾ എനിക്ക് 3 നമ്മളെല്ലാവരും ഓരോന്നുള്ളത് എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പറ്റില്ല, നമുക്ക് വേണം 3 എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മൊയിൻ വരുന്നത് നിങ്ങൾക്ക് 1, 2, 3 കിട്ടിയിട്ട് നമുക്കൊക്കെ ഒരു പ്ലേറ്റ് നിറച്ച് കിട്ടിയിരിക്കണേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം സൽക്കാരക്കാർക്ക് മാങ്ങ ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സൽക്കാരക്കാർ വന്നു. അപ്പോൾ സൽക്കാരക്കാർക്കുള്ള ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ മന്തിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. മന്തി ഇഷ്ടപ്പെടാത്തവർക്ക് നമ്മളിവിടെ നെയ്ച്ചോറാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ്റിക്ക് നമ്മുടെ ബീഫ് വരട്ടാണ്. അങ്ങനെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ മന്തിക്ക് കൂട്ടാല്ലേ കോളിഫ്ലവർ, കയ്പങ്ങപ്പേരി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ എന്തായാലും കുറച്ചുള്ളല്ലോ, നമുക്ക് ഓരോ ടേസ്റ്റ് അറിയാൻ തിന്നോക്കാം. പിന്നെ കുറച്ച് ഞാൻ എന്തായാലും കിട്ടൂല എന്ന് പറഞ്ഞു. പിന്നെ വന്നവർക്ക് എടുത്തു കൊടുക്കണ തിരക്കായി. ഓരോരുത്തർ ഗ്ലാസ് എടുക്കണേ, പ്ലേറ്റ് എടുക്കണേ, ചോറ് എടുക്കണേ, അങ്ങനെ തിരക്കായി. അപ്പോൾ മീനും സലാഡും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണം. ജിനും അങ്ങനെ കൊണ്ടുപോകണം. പിന്നെ ഇപ്പോൾ പറഞ്ഞു ഞാൻ തന്നെ അതിരിക്കട്ടെ, ഞാനല്ലേ കുടുംബനാഥൻ, എന്നാലുള്ളൂ മറ്റുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞാണ്ട് ഇപ്പം ഇരുന്നിട്ടുണ്ട്. കൂടെ അജു ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പാനൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഇരുന്ന് അങ്ങനെ ഓല വെയ്യൊക്കെ കഴിഞ്ഞ് ആ ടേബിളിൽ തന്നെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഇരുന്നിട്ടോ. നമുക്ക് പിന്നെ എന്തായാലും മുഖ്യ അടുക്കള നമ്മൾ പിന്നെ അടുക്കളയിൽ പോയിരുന്ന് ഞാൻ, ഷിനി, താത്ത, ജിനു, പിന്നെ ഹുസൈനെ പിന്നെ ആണുങ്ങൾ എണ്ണത്ത് കൂട്ടാത്തുണ്ട്. ഓന് നമ്മളെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മളെല്ലാവരും ചോറിയൊക്കെ കഴിഞ്ഞ് ചോറാണെങ്കിലും ഉപ്പേരിയാണെങ്കിലും കൂട്ടാനാണെങ്കിലും ബീഫാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൽക്കാരക്കാരെ പോക്കും വരവൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ കേസിലാക്കി തുടങ്ങി. ഞങ്ങളമ്മൻ്റെ മെയിൻ പരിപാടി അമ്മക്ക് ആളെ കണക്കാക്കി അരി ഇട്ടാൽ മതിയല്ലോ, അമ്മക്ക് അതിൻ്റെ എക്സ്ട്രാ അരി ഇടണം, എന്നാലുള്ളൂ കുറച്ചും കൂടെ ബാക്കി ഉണ്ടാവുക. അപ്പോൾ പോണവർക്ക് കൊടുക്കാനും വേണം അമ്മക്ക്, എന്നാലുള്ള അമ്മക്ക് ഒരു മനസ്സൊക്കെ സുഖം ഉണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേസാക്കി കൊടുത്തു. പിന്നെ നാത്തൂന് അടിച്ചോരിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 4:30 ആയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ആക്കി പിന്നെ ഞാൻ അകത്ത് കയറി. പിന്നെ പൊന്നുണ്ണി സാധനം വായനയായിട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ രാത്രിക്ക് ഫുഡ് എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കഞ്ഞിയാക്കി. അപ്പോൾ ഇവർക്ക് നേരം വെളുത്ത സ്കൂൾ മദ്രസ ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ ദേഷ്യം പോകണല്ലോ. അപ്പോൾ ഇവരെ നേരത്തെ ഉറക്കണം, നേരത്തെ കിടക്കാൻ പറയണം ഇവരോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കഞ്ഞിയാക്കിയിട്ട് ഇവർക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഏതായാലും ചമ്മന്തി വേണ്ട. അപ്പോൾ ഇവർക്ക് 2 മീനും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രി ആയതുകൊണ്ട് എന്താ അറിയില്ല, മീനിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചമ്മന്തി അരക്കാം. അപ്പോൾ കാക്കു കുറേ മുമ്പേ മാങ്ങ ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭരണി നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ തൊട്ടടുത്തുള്ള ഒരു മൂച്ചിമന്ന് കിട്ടിയ മാങ്ങയാണ്. അപ്പോൾ ഈ മാങ്ങനൊക്കെ കൊണ്ടാണെങ്കിൽ ഒരു ഉപകാരമില്ലാത്ത മാങ്ങ എന്ന് പറയില്ല അതിൽ പെട്ടതിന്. കാരണം പച്ചിലൊന്നും നമുക്ക് ചമ്മന്തി അരക്കാൻ ഒരിക്കലൊന്നുമില്ല, അത്ര പുളിയിലൊരു മാങ്ങയാണ്. പിന്നെ ഇത് പുറത്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചാൽ പോക്കുമ്പോൾ തന്നെ പീക്കൾ വരും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂപ്പായിട്ട് പറിച്ചിട്ട് നമ്മളകത്ത് വെച്ചിട്ട് പോപ്പിച്ചിട്ടുണ്ടോ, എന്നാൽ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ മാങ്ങ ഇവർ ചെറുതിലേ ഈ മാങ്ങ മൂച്ചിൻ്റെ ഉടമക്കാർ ചെറുതിലേ കൊടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങ പറിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറിച്ചപ്പോൾ നമുക്ക് ചുറ്റുവട്ടമല്ലോ കുറച്ച് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ മാങ്ങ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കാക്ക പറഞ്ഞു ഇതിനെക്കൂടെ ഞാനൊരു പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ചെടുത്തിട്ട് നല്ല നോക്കിയിട്ട് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടാണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചതിന് ഇപ്പം അത്യാവശ്യത്തിന് ഉപ്പും എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉള്ളത്തെ അണ്ടി വരെ ഉപ്പ് പിടിച്ചിട്ട് തിന്നാൻ ടേസ്റ്റ് ഉണ്ട്. വലിയ പുളി ആ വെള്ളത്തിലാണ് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അതിനെക്കൊണ്ടൊരു ഉപകാരം കിട്ടിയതെന്ന് തോന്നി. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും 2 മാങ്ങ എടുത്തിട്ടുണ്ട്, കൂടുതൽ നിന്നിട്ടില്ല, എനിക്ക് മാത്രം മതിയല്ലോ. പിന്നെ ഒരു 3 ചുവന്നുള്ളി, ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ തോലൊഴിച്ച് ഇഞ്ചിയൊക്കെ ചരണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴുകിയിട്ട് ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കട്ടെ. മാങ്ങൻ്റെ അണ്ടിയിൽ തന്നെ ഉപ്പ് പൊടിച്ചുകൊണ്ട് മാങ്ങൻ്റെ അണ്ടിക്ക് അത്യാവശ്യം നല്ല കയ്പ്പൊക്കെ ഉണ്ട്, അതിൻ്റെ കയ്പ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അണ്ടിയൊന്നും ഒഴിവാക്കണില്ല, ഇങ്ങനെ തന്നെ മിക്സിയൊക്കെ ഇട്ടെടുത്തിട്ട് അരച്ചെടുക്കുകയാണ്. എരിവിനായിട്ട് കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അത് ചുട്ടെടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഞാനിങ്ങനെ പപ്പടക്കോലുമേ വറ്റൽമുളക് കുത്തിരി ചുട്ടെടുക്കണം. അപ്പോൾ ഈ മുളക് ഇങ്ങനെ ഓരോന്ന് എവിടെയൊക്കെ കത്തിയോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ചു ചട്ടിയിലൊന്ന് വറുത്തെടുത്താൽ മതി ഇതിന്. അപ്പോൾ എന്താണ് ഇങ്ങനെ അങ്ങനെ ചുട്ടില്ലേ, ഇനി ഏതായാലും ഫുള്ളും
ആക്കട്ടെ എന്ന് വിചാരിച്ചു. അടുപ്പിൽ ചുടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ എനിക്കറിയില്ല ഇത് നമ്മൾ അടുപ്പിൽ ചുടുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മഴയൊക്കെ കുറവാണ്, രാവിലെ മഴയൊക്കെ കുറവാണ് കേട്ടോ. രാത്രി അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങി നല്ല മഴൻ്റെ സൗണ്ട് ആകുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ചമ്മന്തിക്കരച്ച് കഞ്ഞി കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഒന്നുറങ്ങി വെച്ചിട്ട് പെരും വിശപ്പായിരിക്കും. അങ്ങനെ നമ്മൾ വറ്റൽമുളക് മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, ഇഞ്ചി, നമ്മുടെ മാങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റി, കാരണം ഈ മാങ്ങയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അത് ഞാനത് ചിന്തിക്കാതെ കുറച്ചും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഏതായാലും നമ്മൾ ഉപ്പിട്ട് പോയില്ല, ഏതായാലും ഇത് അരച്ചെടുക്കുക. കാരണം ഞാനിത് ഇട്ടപ്പോഴും മരിച്ചപ്പോഴും ഒന്നും ഓർത്തില്ല, ഇത് കഞ്ഞിൻ്റെ കൂടെ തിന്നപ്പോൾ മാത്രമേ ഓർത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ഞാനെന്താ ചെയ്തു, ഇതിങ്ങനെ അരച്ചെടുത്തതിന് ശേഷം കുറച്ചൊന്ന് തിന്നപ്പോൾ എനിക്ക് എന്തോ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. ഉപ്പ് അധികമായോ അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായതില്ല, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചു ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കുമോ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെമ്മീനുണ്ട്. അപ്പോൾ മാങ്ങയും ചെമ്മീനും ചമ്മന്തിച്ച് നല്ല രസം ഉണ്ടാവില്ലേ. അപ്പോൾ കുറച്ച് ആ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആ ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഓർക്കുന്നില്ല ഈ ചെമ്മീനിലുണ്ടല്ലോ ഉപ്പ്, ചെമ്മീനിൽ ഓൾറെഡി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ ചമ്മന്തി പെർഫെക്റ്റ് ആവണില്ല കേട്ടോ. കാരണം ഞാൻ ഇട്ടെടുത്ത സാധനത്തിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്. ഞാൻ ഇതിലൊന്നും ഉപ്പില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഉപ്പാണെങ്കിൽ ഫസ്റ്റ് ടൈം ചേർത്തും കൊടുത്ത്. ഇനി വേറെ കൂട്ടുണ്ടാക്കിയിട്ടൊന്നും എനിക്ക് ചോറ് തിന്നാനാവില്ല, കഞ്ഞി കുടിച്ചാനാവില്ല. എല്ലിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. എങ്ങനെയെങ്കിലൊക്കെ തിന്നാം. പിന്നെ ഓവർ ഉപ്പ് നമുക്ക് തീരെ തിന്നാൻ പറ്റാത്ത ഉപ്പ് അങ്ങനെ വന്നിട്ടില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന മാതിരി ടേസ്റ്റ് കുറവുണ്ട്. ഏതായാലും മിക്സിൻ്റെ ചേർന്ന് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കേണ്ട ചമ്മന്തി. എന്നിട്ട് ഇനി കഞ്ഞി എടുത്തിട്ട് കഞ്ഞി കൊടുക്കാൻ വിചാരിച്ച്. ഞാൻ നേരത്തെയും പൊന്നുക്ക് സനവ് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂടി തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ഞി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഞ്ഞി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചൂടാക്കിയിട്ട് കഞ്ഞി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി കഞ്ഞി കുടിക്കട്ടെ. ഞാൻ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ചമ്മന്തി പിറ്റിലേക്ക് സാമ്പാറിൻ്റെ കഷ്ണം കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചിലരുണ്ടല്ലോ കഞ്ഞിയിൽ ചമ്മന്തിയൊക്കെ മുക്കി ഇട്ടിട്ട് കുടിക്കണം. അപ്പോൾ എൻ്റെ അമ്മാൻ്റെ അമ്മ ഉണ്ടായിന്. അമ്മോന് പണ്ടിങ്ങനെ കൃഷിപ്പണിയാണല്ലോ കൂടുതൽ. കൃഷിപ്പണി എടുക്കുമ്പോൾ കഞ്ഞി കൊണ്ടുപോയി കൊടുത്താൽ നമ്മൾ ചക്ക കൂട്ടാനോ അങ്ങനെ വാഴക്കുപ്പേരിയോ അങ്ങനെ എന്ത് കൊണ്ടുപോയി കൊടുത്താലോ എല്ലാം പാടെ കഞ്ഞിയിലിട്ടിട്ട് എത്ര കൂട്ടുണ്ടെങ്കിലും കഞ്ഞിയിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കോരി കുടിച്ചു അത്ര. അപ്പോൾ ഉമ്മാക്കൂട്ടൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു പറയട്ടെ, എന്തിന് ഇതെല്ലാം ഒരു പള്ളിക്ക് തന്നെയല്ലേ പോകാമെന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ചമ്മന്തി കഞ്ഞിയിലിട്ടിട്ട് കുടിച്ച് നോക്കാം. ഒന്നായിട്ട് കലക്കിയിട്ടല്ല, കുറച്ച് കഞ്ഞിയിലിട്ടിട്ട് കുടിച്ച് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാം. സത്യം പറയുക എനിക്ക് ഇങ്ങനെ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. കഞ്ഞിയിൽ ഉപ്പിടാത്തതുകൊണ്ട് ചമ്മന്തിയിൽ ഒരിക്കലും എനിക്ക് ഉപ്പ് അധികമായൊന്നും തോന്നില്ല. അപ്പോൾ എനിക്ക് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അല്ല പഠിച്ചാൽ റബ്ബിയെന്നും പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി.